ഞാനിപ്പോൾ ഉള്ളത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലാണ്. അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പുറത്തൊരു ഏകദേശം 30ഓളം വീടുകളുള്ളൊരു പ്രദേശമാണ്. അവിടെ അരയ്ക്കൊപ്പം വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പല വീടുകളിൻ്റെ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയുണ്ട്. ബൈക്കുകളുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു വീട്ടിൽ 3 ഓട്ടോ ഉണ്ടായിരുന്നു. 3 ഓട്ടോയും വെള്ളത്തിലായി പോയ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുന്നവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്തിയ സമയത്ത് അപ്പുറത്തേക്ക് വീടുകളിൽ വെള്ളം കയറാത്ത വീടുകളിലേക്കുള്ള ആളുകളെ ഇവിടെ എത്തുന്ന ശേഷം പിന്നീട് തോണിയിൽ, ചെറിയ വള്ളത്തിലും തോണിയിലുമൊക്കെയാണ് അപ്പുറത്തേക്ക് ആളുകൾ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും റാന്നിയിൽ കഴിഞ്ഞ ദിവസം വെള്ളം ഇറങ്ങി. അതേസമയം തന്നെ ആറന്മുളയിൽ വെള്ളം പൂർണ്ണമായും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും പല വീടുകളും വെള്ളത്തിനടിയിലാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പല സ്ഥലങ്ങളും ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം മുഖ്യമന്ത്രി വന്ന സമയത്ത് ഇവിടെ തോട്ടപ്പുഴശ്ശേരിയിലെ പഞ്ചായത്തിലെ ചിറിയമ്പ് LP സ്കൂളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സന്ദർശനം നടത്തിയിരുന്നു. അതിന് ഏകദേശം തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോഴഞ്ചേരിയിൽ അവലോകനത്തിന് ശേഷമാണ് പിന്നീട് പരമുട്ടുംപടിയിലും പേരാവൂരിലും ഒക്കെ എത്തി ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയിരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ പ്രവർത്തിച്ച DYFI പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരും ശരിയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ, സാഹചര്യം എങ്ങനെയാണ് അവിടുത്തെ? മൊത്തം വെള്ളമായിരുന്നു. നമ്മുടെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മേളി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങോട്ട് കുറച്ച് മഴ വെള്ളം വരുമെന്നാണ് പറയുന്നത്. അപ്പം അവിടെ എത്ര വീടുകളുണ്ട്? എങ്ങനെ അവിടെ ആളുകളൊക്കെ മാറ്റി? ഇവിടെ 10-12 വീടുണ്ട്. അവിടെ ആളുകൾ മാറി 2-3 വീട്ടിൽ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ബാക്കിയെടുത്ത് മാറി താമസിക്കുക. ഞങ്ങൾ എത്തിയപ്പോൾ ചെറിയ വള്ളത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. അതെ കൊണ്ടുപോയി. ഇപ്പൊ ഇനി കുറച്ച് സാധനങ്ങളെല്ലാം മേളിൽ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം വെള്ളം തോരുന്നതനുസരിച്ച് താഴോട്ട് ഇറക്കണം. ഇപ്പൊ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി, ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപനം വീടും വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും മിക്കവാറും വരും. കാരണം 6 അടിയും കൂടെ പോകുമെന്നാണ് അവർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ പിന്നെയും വെള്ളം കയറും വീണ്ടും. അപ്പം പത്തനംതിട്ട ഒരു ആശങ്കയിലേക്ക് പോവാണ് അല്ലേ? അതെ ആശങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ ഭാഗത്ത് 12 വീടാണ് പറഞ്ഞല്ലേ, അപ്പുറത്തെ ഭാഗത്തേക്ക് വീണ്ടും വീടുണ്ട്. അതായത് ഇത്ര 6ന്റെ സൈഡിലുള്ള മൊത്തത്തിലാണ് 10-12 വീടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും കുറെ വീടുണ്ട്, 10-12 വീടുണ്ട്. അവിടെ എല്ലാം ആശങ്കയിലാണ്. എന്ന് വെച്ചാൽ വീടിന്റെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരൊക്കെ ക്യാമ്പിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പലരും ബന്ധു വീട്ടിലോട്ട് മാറിയവരുണ്ട്. ചിലർ വീട്ടിൽ തന്നെ ഉള്ളവരുണ്ട്. ചിലർ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അവർ മേളത്തെ നിലയിലൊക്കെ ആയിട്ട് ബാക്കി പലരും ബന്ധു വീട്ടിലേക്ക് മാറി. ഇവിടെ ക്യാമ്പായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അവർ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോകും. അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി താഴോട്ടൊക്കെ വെക്കാനൊക്കെ ആയിട്ട് പോകും. ഇനി ഈ മഴയുടെ ആശങ്ക കൂടെ നോക്കണം. അതുകൂടെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി അതിനുവേണ്ടി ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. ശരി, ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇത് കുറിയന്നൂർ കുടുന്ത എന്ന് പറയും. കുടുന്ത. ഈ കുറിയന്നൂരിലെ കുടുന്ത മേഖലയിലെ ഒരു വിവരമാണ് അവർ നൽകിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഇനി മലയോര മേഖലയിൽ പെയ്യാവുന്ന ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഒരു പക്ഷേ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നോക്കിയ ശേഷം മാത്രമായിരിക്കും ഇനി ഇവിടെ നിന്നും സാധനങ്ങൾ താഴോട്ട് ഇറക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവർ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലെത്തി അവലോകന യോഗമടക്കം ചേർന്ന ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം തിരുവല്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി. നമുക്കറിയാം, ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ചെറിയ വള്ളത്തിലാണ് പ്രായമായവരെയും ഒക്കെ തന്നെ ഇവിടെ നിന്നും നേരത്തെ ഇവിടെ സ്ഥലത്തെത്തിയ ആളുകളെയൊക്കെ തന്നെ കൊണ്ടുപോയിരുന്നത്. അത്തരത്തിൽ ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ചാണ് ഉള്ളോട്ടൊക്കെ തന്നെ ആളുകളെ പോവുകയും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലയിലാണ്. പത്തനംതിട്ടയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ഈ മലയോര മേഖല പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ മഴ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 230 മേഖലയിൽ മില്ലിമീറ്റർ മുകളിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. ഇന്നലെ 104 മില്ലിമീറ്റർ മഴയും പത്തനംതിട്ട ജില്ലയിൽ പല ഇടങ്ങളിലായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഇനി മഴ ശക്തമാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊരു പ്രതിസന്ധിയാകുമെന്ന ഒരു ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്.